So welcome back guys to some other video. So ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡേ ആണ്. ഓക്കെ, ഫ്രൈഡേ 23/20/2026. ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ദിസ് മന്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരെ വി ആർ ഇൻസൈഡ് ഓഫ് ദാറ്റ് വീക്ക്ലി ഓപ്പണിംഗ് ഗ്യാപ്പ്. ആ ഒരു വീക്ക്ലി ഓപ്പണിംഗ് ഗ്യാപ്പിനകത്താണ് നമ്മൾ സ്റ്റിൽ. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് വീക്കിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്യുമുലേഷൻ സ്റ്റേജിലായിരുന്നു. ഇവിടെ ഒരു നല്ലൊരു ഡെയിലി ലോ ഉണ്ട്. ഓക്കെ, സോ ആ ഡെയിലി ലോ ഈ വീക്ക് നമ്മൾ എടുത്തു. നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ഇട്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ബൈ സൈഡ് എടുക്കുമെന്ന്. കാരണം മാനിപ്പുലേഷൻ ഇപ്പൊ തന്നെ ആയി താഴോട്ട് പോകാനാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു സെൽ സൈഡ് എടുത്തു. എന്നിട്ട് നല്ല ബാക്കി എല്ലാ ദിവസങ്ങളും നല്ല മൊമെന്റം കിട്ടി. മണ്ടയ്ക്കോട്ടെ കന്യ വീക്ക്ലി ചാർട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്ന ഇവിടെ സംഭവിച്ച ഒരു റിജക്ഷൻ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു, നല്ല പൊരിച്ചു. വേറെ എവിടെ ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും കണ്ടിട്ട് ആ ഒരു സെൽ സൈഡ് അവിടെ നിന്ന് എടുത്തു. ഓക്കെ, അത് കരുപ്പില്ല. ജസ്റ്റ് ഡെയിലി പോവാം. ഡെയിലി പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ ഡേ ആണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഇന്നലെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഡെയിലി ഓപ്പണിംഗ് ക്യാപിറ്റലായിരുന്നു നമ്മുടെ പരിപാടിയായിട്ട്. ഇന്നലെ ഞാൻ 2 ട്രേഡ് എടുത്തു. വരണം പ്രീ മാർക്കറ്റ്, വരണം പോസ്റ്റ് മാർക്കറ്റ്. പോസ്റ്റ് മാർക്കറ്റ് പൊട്ടി, പ്രീ മാർക്കറ്റ് ഒരു ട്രേഡ് ജയിച്ചു. ആൻഡ് ഗോയിങ് ടു ദ എക്സ്പ്ലനേഷൻ, ഞാൻ എടുത്തിരിക്കുന്ന അനോട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വീക്ക് അനോട്ടേഷൻസ് ആൻഡ് വേറെ ഇത് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ വലുതായിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കുറച്ചൊക്കെ ഇവിടെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത് എടുത്തില്ലെങ്കിലും സാരമൊന്നുമില്ല. ഓക്കെ, സോ നമ്മളിവിടെ ഓപ്പണായി താരോട്ട് പോയി ഒരു സെൽ സൈഡ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഫുൾ അപ്പ് മൊമെന്റ് ആയിരുന്നു. ഓക്കെ, സോ സ്റ്റിൽ വി ആർ ഇൻസൈഡ്. അത് ഓർക്കണം. ഇവിടെ ഞാൻ ഈ ഒരു ലോ എടുക്കുമെന്ന് വിചാരിച്ച് ഈ ഒരു ഓപ്പണിംഗ് ഗ്യാപ്പിലേക്ക് വരുമെന്ന്, പക്ഷെ വന്നില്ല. എന്തോ ഭാഗ്യത്തിന് വന്നില്ല. സാരമില്ല. ഗോയിങ് ടു എ 4 hour ചാർട്ട്. 4 hour പ്രത്യേകിച്ചൊന്നും ഇല്ല. 1 hour ആണ് നിങ്ങൾ ശരിക്കും കാണേണ്ടത്. നമ്മൾക്ക് ഇവിടെ ഒരു സെൽ സൈഡ് എടുത്തു. ബട്ട് എന്നിട്ട് ഇവിടുത്തെ റിലേറ്റീവ് ഹൈസ് ഉണ്ടാക്കി, ലോസ് ഉണ്ടാക്കി. സോറി, ആ ഒരു സെൽ സൈഡ് നമ്മുടെ ഇവിടുത്തെ റിലേറ്റീവ് ലോസ് ഉണ്ടാക്കി. ഞാനിപ്പം പ്രീ മാർക്കറ്റ് തുടങ്ങി ഇവിടെ ആണ് 6 മണിക്കാണ് അടുത്ത 4 hour ക്യാൻഡിൽ വരുന്നതൊക്കെ. ഞാനിപ്പം 4 hour ക്യാൻഡിൽ ഈ 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോയി. എന്നിട്ട് നല്ലൊരു റിജക്ഷൻ കിട്ടി. എന്നിട്ട് 7 o'clock ഒരു ട്രേഡ് നോക്കി താഴോട്ടേക്ക് തന്നെ. ഓക്കെ, സോ കാരണം ഒരു മാനിപ്പുലേഷൻ ആദ്യം പോകണ്ട. ഇത് അങ്ങനെ പോയി ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പോയി. ഒരു ഇൻവേർഷനും ഉണ്ട്, ഇവിടെയും പോയി. ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഓൾമോസ്റ്റ് അബവ് 50% ഓഫ് ദാറ്റ് മൂവ് പോയി കഴിഞ്ഞു. റൈറ്റ്, എന്നിട്ടാണ് റിജക്ഷൻ വന്ന കോസായി. ഓക്കെ, സോ ഞാനപ്പോൾ കൺസിഡർ ചെയ്ത് ഈ ഒരു സെൽ സൈഡ് എങ്ങനെയൊരു എടുക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഡ്യൂ ടു ദാറ്റ് സംതിങ് വെന്റ് റോങ്. പക്ഷേ ഒരു കാരണമുണ്ട്, പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇന്നലെ എടുക്കാൻ കാരണം ഒരു പറയാത്. രണ്ടാമത്തെ ട്രേഡ് ഞാൻ പൊട്ടത്തില്ലായിരുന്നു ഓൾമോസ്റ്റ്. ഞാനത് ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുമെന്ന്, അതാ ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല ആ ടൈമിൽ. അതുകൊണ്ട് സോ എൻ്റെ ഇവിടെ ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയില്ല. സോ അത് സാരമില്ല. സോ ദാറ്റ് ഈസ് നോർമൽ. സോ ഗോയിങ് ടു സ്മോളർ ടൈം ഫ്രെയിം. ഇത്രയും മനസ്സിലായെന്ന് തോന്നുന്നു. 15 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
15 മിനിറ്റ് സർവൈവൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഡെയിലിന്റെ ആ വീക്കിന്റെ 0.5 ലെവലുണ്ട്. 15 മിനിറ്റ് സർവൈവൽ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 15 മിനിറ്റ് സർവൈവൽ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു 5 മിനിറ്റ് സസ്പെൻഷൻ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു 5 മിനിറ്റ് സസ്പെൻഷൻ ബ്ലോക്ക് കണ്ടില്ലേ? ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ഉണ്ട്. 5 മിനിറ്റ് സസ്പെൻഷൻ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഫൈൻ. 15 മിനിറ്റ് നോക്കുവാണെങ്കിൽ തന്നെ ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു 7 മണി കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ ഒരു ടൈമിലൊക്കെയാണ് എടുത്തത്. ഒരു 7:50 ടു 8:10 ആ ഒരു ലെവലിലൊക്കെ ഒരു 15 മിനിറ്റ് കയറിയൊക്കെ അത് 5 മിനിറ്റ് ഉണ്ട്. അവിടെ കയറിയപ്പോഴാണ് ഞാൻ എടുത്തത്. ഓക്കെ, സോ 15 മിനിറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഒരു എന്താ പറയുന്നത്, ഇൻവേർഷനും ഉണ്ട്. അത് മാത്രമല്ല എന്താ ഒരു BPR റേഞ്ചുമാണ് 15 മിനിറ്റിന്റെ ഇതല്ലേ. അപ്പം അത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് പോവാണെങ്കിൽ തന്നെ ഇതിന്റെ മണ്ട പോവാണ്. പോയില്ല. ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് എടുത്തു. ഓൾമോസ്റ്റ് ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ടാർഗറ്റ് വെച്ചത് ആ ഒരു ലോയാണ്. ഈ ഒരു ലോയാണ് ടാർഗറ്റ് വെച്ചത് ആദ്യം. ഈ കുറെ പേര് തോന്നി, അതുകൊണ്ട് ഞാൻ എക്സിറ്റ് ആയി നേരത്തെ. സോ 5 മിനിറ്റിലേക്ക് പോവാം നമുക്ക്. 5 മിനിറ്റ് 2 കാര്യങ്ങൾ എനിക്ക് പറയാം. നിങ്ങൾ ഈ ഒരു 5 മിനിറ്റ് കണ്ടു, ഈ 5 മിനിറ്റ് വലിയ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, ആ ഒരു 5 മിനിറ്റ് വലിയ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹൈ ഉണ്ട്. റിലേറ്റീവ് ഹൈസ് പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 മിനിറ്റ് പോകുമ്പോൾ കാണാതെ നമ്മൾ ഈ ഒരു ബൈ സൈഡ് എടുത്ത് റിലേറ്റീവ് ബൈ സൈഡ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ ഒരു താരോട്ടുള്ളൊരു മൂവ്മെൻറ്റും കിട്ടി. ഞാൻ ആദ്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 5 മിനിറ്റിലേക്ക് പോയപ്പോൾ ഞാനൊരു സെല്ലെടുത്തു ഇവിടെ. എന്നിട്ട് ഇവിടെ എന്തോ ഒരു സെല്ല് വെച്ചു. ഓക്കെ, സോ എന്നിട്ട് ടാർഗറ്റ് അവിടെ. അതിന് മുന്നേ തന്നെ ഞാൻ ഇറങ്ങി കാണിച്ചുതരാം. ഓൾമോസ്റ്റ് സംഭവം ഞാൻ 1 മിനിറ്റ് കാണിച്ചുതരാം. ഓക്കെ, ഐ തിങ്ക് 30 or 25 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അയ്യോ, ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ ശരിക്കും ഒരു അടിപൊളി കണ്ടിട്ടുണ്ട്. ഞാൻ മിസ്സാക്കിയെന്ന് ചോദിച്ചാൽ മിസ്സാക്കിയത് തന്നെയാണ്. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് എടുത്തതാണ്. ഓക്കെ, ഓക്കെ, സോ ആ ഒരു 5 മിനിറ്റ് ലെവലിലേക്ക് പോയി താരേക്ക് വന്നു. ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് കണ്ടോ? ഇത് ഞാനൊരു പറഞ്ഞതാണ് ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് കാര്യം. രണ്ടാമത്തെ എൻ്റെ ഇവിടെ നിന്ന് എടുക്കണമെന്നായിരുന്നു എനിക്ക് ശരിക്കും. ഇവിടെ ഒരു 5 മിനിറ്റിന്റെ ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ഇന്ന് എടുക്കണമെന്നായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ എടുത്തില്ല. ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ തന്നെ ഇതിന്റെ മണ്ട കേസ് ഇട്ടിട്ടാൽ മതി. കാരണം ഇവിടെ ഒരു ചെറിയൊരു സസ്പെൻഷൻ ബ്ലോക്ക് വരുന്നുണ്ട്. ചെറിയ ഫയർ വാല്യൂ അവിടം വരെ പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ തന്നെ ഇതിന്റെ മണ്ടയ്ക്ക് എസ്എല്ലിട്ടാൽ മതി, കീപ്പ് ചെയ്താൽ മതി. 1:2 സൂപ്പറായിട്ട് കിട്ടും. അത് അത്രേ ഉള്ളൂ. ഇനി 5 മിനിറ്റ് ഇങ്ങോട്ട് എടുത്ത് ഇവിടുത്തെ കഴിഞ്ഞാൽ പിന്നെ പറയാം. ഓക്കെ, സോ 1 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹൈസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ഹൈ എടുത്തു, ഇതും എടുത്തു. ഈ ഒരു ഹൈ വേണം കണ്ടത്. ഒരു ഹൈ എടുത്തു, ഈ ഒരു
പോയിന്റ് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്താണ് സെറ്റ് എൻട്രി എടുത്തത്. ഓക്കെ, ഇവിടെ എന്താണ് സെറ്റ് എൻട്രി എടുത്തത്. അതിന്റെ മണ്ടയ്ക്ക് ഇതിന്റെ മണ്ടയ്ക്കായിട്ട് ഇവിടെ എന്താണ് ഞാൻ സെറ്റും കീപ്പ് ചെയ്തത് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ എന്താണ് ഞാൻ സെറ്റ് വെച്ചത്. 20 പോയിന്റ്സ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്തത് മറ്റേ ഇവിടെ ആണ് 5 ആർ എന്തോ ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, 200 സംതിങ് ആണ് റിസ്ക്. $1000 ആയിരുന്നു. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ എവിടെയോ ഒരു റേഞ്ചിൽ നിന്ന് ഇറങ്ങി ഒരു 3 ആർ ഓൾമോസ്റ്റ് കിട്ടിയെന്ന് പറയാം. ഒരു 2 അവിടുന്ന്. ഓക്കെ, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രേഡ്. 3 എൻട്രി ഇവിടെ നിന്ന് എടുക്കുവാണെന്നെങ്കിൽ തന്നെ അതായത് ഈ ഒരു ക്യാൻഡിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു 2 ആർ പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടും. നിങ്ങൾ 20 പിടിച്ചു, 20 പോയിന്റ്സ് 2 ആർ ഉറപ്പായിട്ട് കിട്ടും. ഇവിടെ വെച്ചാലും മതി. ഇതിന്റെ താഴെ വെച്ചാൽ കറക്റ്റ് 2 ആർ കിട്ടും. ഞാൻ ഇവിടെ ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ സസ്പെൻഷൻ ബ്ലോക്ക് ഇടുന്ന് ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ ഇങ്ങനൊരു സ്ട്രക്ചർ എനിക്ക് ഇഷ്ടമല്ല. അതായത് ഒരു ഷോർട്ട് ടൈം ഹൈ, ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ, പിന്നെ ഒരു ഷോർട്ട് ടൈം ലോ. സോറി, എല്ലാം ലോ ആണ് ഇവിടെ പറഞ്ഞത്. അഗൈൻ ഞാൻ ഈ ഒരു റിജക്ഷൻ, അതായത് ഈ ഒരു ബൈ സൈഡ് എടുത്തുകൊണ്ട് ഈ ഒരു കറുത്ത ക്യാൻഡിൽ ആ ഒരു ബൈ സൈഡ് എടുത്തു. ഞാനപ്പം അതെടുത്തതിന്റെ പേരിലാണ് ഇവിടുന്ന് സെൽ എൻട്രി പ്ലേസ് ചെയ്തത്. ഓക്കെ, എന്റെ മണ്ടയ്ക്ക് SL വെച്ച് ഞാൻ എന്തോ ഭാഗ്യത്തിന് പിന്നെ ഇത് ആ 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പോയി അടിച്ചു ഒരു താര വീണു. അപ്പൊ ഇത് ഒരു നല്ലൊരു സ്ട്രക്ചറാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്ന് അടുത്തിട്ട് നിങ്ങൾ ഇവിടെ എടുത്തില്ലെങ്കിൽ പ്ലേസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഷോർട്ട് ബസ് വെച്ചാൽ അടുത്ത് ഇവിടെ നിന്ന് എടുക്കണം. പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എന്താ വിചാരിച്ചെടുക്കണമെന്ന് ഇവിടുന്ന് ഒരു 1:2 വല്ല ആരും എല്ലാം പോട്ടെ. 5 മിനിറ്റ് ഞാൻ കണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റില് പെർഫെക്റ്റ് വേറെ 2 hour വെച്ച് ഇറങ്ങും. ഞാൻ ഇവിടുന്ന് എടുത്ത് ഇവിടം വരെ കിട്ടിയതിൽ ഇപ്പൊ തന്നെ ഒരു നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഇവിടുന്ന് എന്തോ ആണ് താഴോട്ട് എടുത്തത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു റേഞ്ചിൽ നിന്നാണ് എടുത്തത്. 20 പോയിന്റ് എന്തോ ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ 20 പോയിന്റിൽ എനിക്ക് ഇവിടെ തന്നെ 2 hour പ്ലസ് ആയി. ഇവിടെ 3 hour കിട്ടി. ഓക്കെ, ഞാൻ ഇവിടുന്ന് എന്തോ ആണ് ഇറങ്ങിയത് ശരിക്കും. നോക്കാം, കാണിച്ചു തരാം മറ്റേ ടോപ്പ് സ്റ്റെപ്പിൽ പോകുമ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞു. നിങ്ങൾക്കപ്പോൾ കാണാൻ ഇവിടെ ഇങ്ങനെ സെൽ സൈഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സെൽ സൈഡ് ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദിസ്, ഇതാണ് നമ്മൾ പ്രീ മാർക്കറ്റ് ബൈ സൈഡ്. ഓക്കെ, സോ ഞാൻ ഇതെല്ലാം കളയുമോ, ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ പ്രീ മാർക്കറ്റ് ബൈ സൈഡ് ഇതാണ്. ഓക്കെ, സോ ഒരു പ്രീ മാർക്കറ്റ് ബൈ സൈഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, സാരമില്ല. ഓക്കെ, ഓക്കെ, നൗ ഞാൻ ചിലപ്പോൾ ഇവിടേക്ക് പോകും. ഇനി കാരണം ഇവിടുത്തെ കാര്യം ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ ഓക്കെ, ഇവിടെ നിന്ന് തന്നെ പറയാം. ഓക്കെ, ഇതാണ് ശരിക്കും നല്ലത്. 7 o'clock പ്രീ മാർക്കറ്റ് ബൈ സൈഡ്. നമ്മൾ ആ ബൈ സൈഡ് എടുത്ത് 1 മിനിറ്റ് ചാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് 5 മിനിറ്റ് കാണാം. എന്നിട്ട് 1 hour അല്ലേ. ഞാൻ ഇവിടെ തന്നെ എല്ലാം കാണിച്ചു തരാം. അതൊന്നല്ല അല്ല, ഞാൻ ഇത് വെച്ചിട്ട് ഓക്കെ, ഇത് കുഴപ്പമില്ല, നന്നായി. ഓക്കെ, എനിക്ക് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്
ഞാൻ ആദ്യം ഇവിടുത്തെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. സോ ഫ്രീ ഇനി 9:30 ഇവിടെ ആയി. ഇവിടെ 8:30 ആയി. 9:30 ഇവിടെ തുടങ്ങി. ഓക്കെ. സോ ഈ ഒരു പൊട്ട മോഹം കാണുവാണെങ്കിൽ 9:30 9:30ക്ക് 7 o'clock ബൈക്ക് സൈഡ് എടുത്തു. താഴോട്ട് വരാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് എൻ്റെ സെൽ സൈഡ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സെൽ സൈഡ്. ഓക്കെ. സോ 1 മിനിറ്റിൽ തന്നെ എല്ലാം പറയും. സോ ആ ബൈക്ക് സൈഡ് എടുത്ത് 7 o'clock ഞാൻ ആനോട്ടേഷൻസ് മാറ്റിയെന്ന് തോന്നുന്നു. സാരമില്ല, കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ താഴോട്ട് പോവാണ്. സോ ചിലർ വിചാരിക്കും ഇതാണ് 7 o'clock അല ഏറ്റ് കഴിഞ്ഞാലുള്ള ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെയർവെൽ. പക്ഷെ അതല്ല. ഓക്കെ. അതല്ല. ഓക്കെ. സോ അതങ്ങനെ പോയി. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ലോസ് കണ്ടോ? ഈ ഒരു ലോസ് അതായത് രണ്ടെണ്ണം എന്ത് ചെയ്തു? ലണ്ടൻ ലോസ് ഇവിടെ എടുത്തു കണ്ടോ? ഒരു തവണയല്ല, മൾട്ടിപ്പിൾ ടൈംസ് എടുത്തു ഇവിടെ കണ്ടോ? ഈ ഒരു ലണ്ടൻ ലോസ് അതായത് 9:45 ഈ ലോസ് ഇവിടെ തന്നെ ഒരു SMT. ഞാൻ ഈ SMT ശരിക്കും ശ്രദ്ധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയും. ശ്രദ്ധിച്ചില്ല ശരിക്കും ഞാൻ. ഒരു SMT അതൊന്നും എന്നിട്ട് 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു പൊട്ട സാധനമാണ്, എന്നാലും സാരമില്ല, നമുക്ക് ഞാനിതൊരു സിംഗിൾ ഡേ ആ SMT കണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മറ്റടുത്ത് തന്നെ പോയി. എനിക്കത് അയച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ആ SMT വരെ നിങ്ങളെ കാണിക്കാനാണ് അവിടെ പോയത്. ഓക്കെ. സോ എല്ലാവരും വിചാരിക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെയർവെൽ. അപ്പോൾ എല്ലാതൊന്നും അല്ല. ഓക്കെ. സോ പറഞ്ഞുതരാം ഏതാണ്. സോ അവിടെ ഒരു SMT വന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു 7:30 വരെ. ഓക്കെ. 7:30 ടൈം നോക്കുകയാണെ. ഇതല്ലേ 9:30 ആയിരുന്നു അല്ലേ? ഓക്കെ. ഈ ഒരു ലോയൊക്കെ എടുത്തു അല്ലേ? അതായത് 9:11 ലോയും അതെടുത്തു. ഓക്കെ. ഇതല്ലേ 9:11 ലോ? ഇത് ഇവിടെ ഒരു SMT അങ്ങനെ തന്നു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാനിവിടെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. ഇതാണ് ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെയർവെൽ. ഓക്കെ. നമുക്ക് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ കണ്ടോ ചെറിയൊരു വോളിയം ബാലൻസ് ഇവിടെ ഉണ്ടോ? കാണണമെങ്കിൽ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റില്ല. ചെറിയ വോളിയം ബാലൻസ് കണ്ടോ? കേട്ടോ, അതിപ്പോ ഞാൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ. നമുക്ക് മറ്റിടത്ത് പോകാം. ഒരു ഫെയർവെൽ ആണ് നമ്മുടെ ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെയർവെൽ. ഓക്കെ. ജസ്റ്റ് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ഞാനിപ്പോൾ എടുക്കും. ഞാനപ്പം എന്തുവാ ഇതാക്കുക. സോ ഇതെടുത്തു. പിന്നെ ഞാൻ ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ശരിക്കും കണ്ടില്ല. അത് തന്നെ ഞാൻ ഇച്ചിരി ആ ടൈം ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ഇതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. സോ ഈ ഒരു ഫെയർവെൽ ആദ്യം ഇവിടെ മണ്ടയ്ക്ക് വന്നിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് നല്ലൊരു ക്ലോഷർ കിട്ടി. എന്താ പറഞ്ഞ ഇതിന്റെ ഇവിടെയൊക്കെ നല്ല ക്ലോഷർ കിട്ടി. ഈ ഒരു 5% റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ഇതിന്റെ ത്രൂ ഇത് പോയി. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇൻവേഴ്സ് ആയി. സോ നമുക്ക് ഈ സെൽ സൈഡ് ഇത്ര അടുത്ത് കിടപ്പുണ്ട്. ഈ സെൽ സൈഡ് അവിടെ ആ സെൽ സൈഡ് അടുത്ത് കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചു അപ്പോൾ അത്
അങ്ങോട്ടേക്ക് പോവാം. ഞാനപ്പം ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിൽ ഞാൻ താഴോട്ടാണ് ഈ ഫസ്റ്റ് പെർസെന്റ് സ്റ്റോപ്പ്. ഞാൻ ഇവിടെ ഇട്ടു. ഓക്കെ, ഇവിടെ എന്തോ ഇട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഡയറക്റ്റ് എന്നത് അടിച്ചു. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം നോക്കാം. ഇതൊരു ലോവറിൽ ഉണ്ടാക്കി, പിന്നെ ഒരു ലോവർ ഹൈ ആണ് ഉണ്ടാക്കിയത്. ഒരു മണ്ടത്തരമായിപ്പോയി ഞാൻ ചെയ്തത്. ഇവിടെ ഒരു അസംബ്ലി ഉണ്ട് ഈ ഒരു ലോയിൽ. ഇൻ കേസ് ഞാനിത് എടുത്തില്ല, ഞാൻ ഉറപ്പായിട്ട് എൻട്രി എടുത്തേനെ. എൻട്രി എടുത്തിട്ട് വലിയ ടാർഗറ്റ് ഒന്നും ഇല്ല. ഇവിടെ ഒരു ബൈ സൈഡ് കണ്ടിട്ട് ഇവിടെ നിന്ന് എൻട്രി, ഇവിടെ എന്തെങ്കിലും സ്റ്റോപ്പ് ഒരു 25 പോയിന്റ്. പോവാനെങ്കിൽ അടിക്കണമല്ലോ. അവിടം വരെയൊക്കെ ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ അതായിരുന്നു എൻ്റെ പ്ലാൻ ഇന്നലെ. പിന്നെ എല്ലാം ഇങ്ങനെ ഊമ്പിപ്പോയി ഒന്നുമില്ല. പിന്നെ ഇവിടുന്ന് താരോട്ട് നോക്കി, ഇവിടുന്ന് താരോട്ടല്ല, ഞാൻ മേലോട്ട് തന്നെയാണ് നോക്കിയത്. സാരമില്ല, അത്രയുള്ളതാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ എൻ്റെ മറ്റേ സിറ്റുവേഷൻസ് കാണിച്ചു തരാം. Reference show chart situation. So 1 minute കൊണ്ട്. സോ ഇവിടുന്ന് ഫസ്റ്റ് 5 കോൺട്രാക്ട് ഞാൻ സെറ്റിലെടുത്തു. ഈ ഒരു ക്യാൻഡിലാന്ന് തോന്നുന്നു. SL ലൈനിൻ്റെ മണ്ടയ്ക്ക് ഇവിടുന്ന് ബൈ എടുത്തു. ഓക്കെ, അല്ല, ഇവിടുന്ന് ഒരു കോൺട്രാക്ട് ബൈ എടുത്തു. ഇവിടുന്ന് ബാക്കിയെല്ലാം ക്ലോസ് ചെയ്തു ഞാൻ. ഓൾമോസ്റ്റ് നമ്മൾ 9 അടുത്തോട്ട് വരുമായിരുന്നു. അതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇവിടെ ഞാൻ സെറ്റ് എടുത്തു 4 കോൺട്രാക്ട്, എല്ലാം $250 ആയിരുന്നു തോന്നുന്നു. ഓക്കെ, സോ ഇവിടെ ഞാൻ സെറ്റ് ഇവിടെ അടിച്ചു. ഇതൊരിക്കാൻ മണ്ടയ്ക്ക്. പെട്ടെന്ന് അടിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലോ, എന്നെ കാണാൻ പറ്റും. എനിക്ക് ആദ്യം ഒരു ചെറിയൊരു ഡ്രോ ഡൗണിലോട്ട് പോയി, എന്നിട്ട് പിന്നെ മണ്ടയ്ക്കോട്ടേക്ക് പോയി. ഓക്കെ, സോ മൂന്ന് ട്രേഡ് ഏതാ? ഒരെണ്ണം ക്ലോസ് ചെയ്തു. 2 ട്രേഡാണ് ആക്ച്വലി എടുത്തത്. ഓക്കെ, സോ ഈ വീക്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $282. ഓക്കെ, ഫൈൻ. സോ എനിക്ക് 3 വീക്കേ ഉള്ളൂ പാസ് ആവാൻ ഈ ചാലഞ്ച്. ഓക്കെ, സോ ഈ ഒരു വീക്കിനുള്ളിൽ പാസ് ആവണം. പാസ്സായനെന്ന് ഈ ഒരു ദിവസം ഞാൻ ആ ട്രേഡ്സ് ഒന്നും ഊമ്പിച്ചിട്ടില്ലായിരുന്നു. ഇന്നലെ ഞാനൊരു നല്ല ട്രേഡ് എടുത്തു, അതും ഞാൻ ഫിയർ കാരണം എക്സിറ്റ് ആയിപ്പോയി. സാരമില്ല, ഇതൊരു നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. പ്രോഫിറ്റ് അതങ്ങനെയാ കാണുന്നത്. എൻ്റെ വിൻ റേറ്റ് എനിക്ക് 66% ഉണ്ടല്ലേ. ഓക്കെ, aim for win rate over 50 for a consistent profit. അതത്രേ ഉള്ളൂ. ടോട്ടൽ പ്രോഫിറ്റ് 282. 500 മണ്ടയ്ക്ക് ആയതായിരുന്നു. ഞാൻ പിന്നെ ലോസ് എടുത്തപ്പോഴാണ്, അതായത് ഈ ഒരു ലോസ് എടുത്തെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു ലോസ് കണ്ടില്ലേ, അതല്ല, ഇത് ഈ ഒരു $200 ലോസ് ആയപ്പോഴാണ് അത് അത്ര താഴോട്ടായി പോയത്. കണ്ടില്ലേ, ഇതോടെ ചേർത്ത് എനിക്ക് 500 മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഓൾമോസ്റ്റ് പോയി. കുഴപ്പമില്ല, സാരില്ല. ഇപ്പൊ നമ്മുടെ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 48,282 ഓക്കെ, സോ അത് താഴെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എൻഡ് ഓഫ് ദ ഡേ ട്രെയിനിങ് ഡ്രോ ഡൗൺ ആയത് നന്നായി, ശരി ഞാൻ പറയത്തുള്ളൂ. സോ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അത്രയും നേരം ഹാപ്പി വീക്കെൻഡ്.